What is other name for stiffness matrix method? ആർക്കെങ്കിലും പറയാവോ stiffness matrix method? Other name stiffness matrix എന്താ പറയുന്നേ? ഇക്വിലിബ്രിയം മെത്തേഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് എന്നും പറയും. കോമൺ ആയിട്ട് അങ്ങനെയും പറയും. അതേപോലെ ഓക്കെ, ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് കമ്പാറ്റബിലിറ്റി മെത്തേഡ് ഓർ ഫോഴ്സ് മെത്തേഡ്. ജനറൽ ആയിട്ട് ഫോഴ്സ് മെത്തേഡ് എന്ന് പറയുന്ന കുറെ മെത്തേഡ്സ് ഉണ്ട്. ഫോഴ്സ് മെത്തേഡ്, കൺസിസ്റ്റന്റ് ഡിഫോർമേഷൻ, ത്രീ മൊമെന്റ്. എന്നാലും ഫ്ലെക്സിബിലിറ്റി മെത്തേഡിന് ഫോഴ്സ് മെത്തേഡ് അല്ലെങ്കിൽ കമ്പാറ്റബിലിറ്റി മെത്തേഡ് എന്നും കൂടെ പറയും. ഇപ്പൊ അനലൈസ് ദ ഗിവൺ ബീം ബൈ ഫോഴ്സ് മെത്തേഡ് ഓർ കമ്പാറ്റബിലിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു ഡു ദ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ്. ഓക്കെ, ആൻഡ് ദിസ് flexibility method is the generalization of which method? I have already told you in the first class. It is the generalization of, during the introduction of matrix method, I have told you stiffness matrix method is the generalization of which method? Are you remembering? ഏത് മെത്തേഡിന്റെയാ? ഏത് മെത്തേഡാ? സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡ് ഏത് മെത്തേഡിന്റെ ജനറലൈസേഷനാ? ഓർക്കുന്നുണ്ടോ? സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡിന്റെ ജനറലൈസേഷൻ ആണ് സ്റ്റിഫ്നെസ് മെട്രിക്സ് മെത്തേഡ്. സിമിലർലി വി ക്യാൻ സേ ഫ്ലെക്സിബിലിറ്റി മെത്തേഡ് ഈസ് ദ ജനറലൈസേഷൻ ഓഫ് ഏതാ? കൺസിസ്റ്റന്റ് ഡീഫോർമേഷൻ മെത്തേഡ്. കൺസിസ്റ്റന്റ് ഡീഫോർമേഷൻ മെത്തേഡിന്റെ ജനറലൈസേഷൻ ആണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് മെത്തേഡ്. So let us consider an example of a beam using analysis of a beam using consistent deformation method. Okay, so consider this beam in which there are two redundants. Okay, എത്ര redundants ഉണ്ട് ഇവിടെ? Two. ഇവിടെ നോക്കിക്കേ എത്രയുണ്ട്, എത്ര സപ്പോർട്ട്സ് ഉണ്ട്? രണ്ട് സപ്പോർട്ട് അല്ലേ? ടോട്ടലി 3 സപ്പോർട്ട്. റിഡണ്ടന്റ് ആയിട്ട് ഏതൊക്കെ വരും? റിഡണ്ടന്റ് ആയിട്ട് ഈ രണ്ടെണ്ണത്തിനെ റിമൂവ് ചെയ്താൽ, ഇതിനെ റിമൂവ് ചെയ്താൽ ഇറ്റ് വിൽ ബി എ കാന്റിലിവർ ബീം അല്ലേ? ഇവിടെ എന്തായാലും ലോഡും കൂടെ നിങ്ങൾ അസ്യൂം ചെയ്യുക, എന്തെങ്കിലും ലോഡും കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ, ദിസ് വിൽ ബി എ കാന്റിലിവർ ബീം. ഇഫ് യു റിമൂവ് ദ 2 support reactions, this will be a cantilever beam. So there are 2 redundants. Okay, a consistent deformation method നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത്? First we are removing the 2 redundants in order to make the structure statically determinate. അപ്പോൾ ഈ R1 R2 നെ ഞാൻ റിമൂവ് ചെയ്യുമ്പോൾ it will be a cantilever beam. Then we can calculate the displacement at point 1. This is point 1 and this is point 2. We can calculate the displacements delta 1 at point 1 and delta 2 at point 2. Capital delta 1 and capital delta 2. Then next എന്താ നമ്മൾ ചെയ്യുന്നത്? We are applying the redundants one by one. We are applying the redundants one by one. First we are applying R1 alone. R1 alone apply ചെയ്യുന്നു. And for simplicity we are giving 1 kilonewton load. 1 kilonewton load കൊടുക്കുന്നു. And we are finding out the corresponding displacements. ഇതിന് നമ്മൾ എന്ത് പറയും? ഇത് 1.1 ആണ്. അപ്പോൾ 1ൽ ലോഡ് അപ്ലൈ ചെയ്ത് 1ൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിന് ഡെൽറ്റ 11 എന്ന് പറയും. ദെൻ 2ൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റിന് ഡെൽറ്റ 21 എന്നും പറയും. ഓക്കെ, ഫസ്റ്റ് സഫിക്സ് ഇൻഡിക്കേറ്റ്സ് എ പൊസിഷൻ വെയർ ഡിഫ്ലക്ഷൻ ഈസ് നോട്ടഡ്. സെക്കൻഡ് സഫിക്സ് ഇൻഡിക്കേറ്റ്സ് എ പൊസിഷൻ വെയർ യൂണിറ്റ് ലോഡ് ഈസ് ആക്ടിങ്. യൂണിറ്റ് ലോഡ് ഇവിടെ ആക്ട് ചെയ്യുന്നത് 1ലാണ് അല്ലേ? സോ ഡെൽറ്റ 11 ആൻഡ് ഡെൽറ്റ 21. Similarly, we are applying R2. First we are giving R2 as 1. First we are giving R2 as 1. Then we can find out these 2 displacements. So this is delta 22 and this one is delta 12. Okay. Next we are using the compatibility equation. What is the compatibility equation? Sum of all the displacements at 1 is equal to 0. That is delta capital delta 1 എന്നുള്ളത് താഴോട്ടായത് കാരണം മൈനസ് സൈൻ കൊടുക്കുക. ദാറ്റ് ഈസ് മൈനസ് ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 11 ഇൻറ്റു R1. 1 കിലോ ന്യൂട്ടൺ കൊണ്ടുള്ളത് ഡെൽറ്റ 11 ആണെങ്കിൽ R1 കൊണ്ടുള്ളത്
ഡെൽറ്റ 11 ഇൻറ്റു R1 വരുമല്ലോ. ഇപ്പൊ എങ്ങനെ വരും? മൈനസ് ഡെൽറ്റ 1 ക്യാപിറ്റൽ ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 11 ഇൻറ്റു R1 ഇക്വേഷൻ അല്ലേ. മൈനസ് ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 11 ഇൻറ്റു R1 പ്ലസ് ഡെൽറ്റ 12 ഇൻറ്റു R2 ഇസ് ഈക്വൽ ടു 0. ഇപ്പുറത്തോട്ട് പോകുമ്പോൾ അത് ഡെൽറ്റ 1 ആവും. ഓക്കെ, ദെൻ സെക്കൻഡ് പോയിന്റ് എടുക്കുവാണെങ്കിലോ ഇവിടത്തെ എങ്ങനെ വരും? കമ്പാറ്റിബിലിറ്റി കണ്ടീഷൻ ക്യാപിറ്റൽ ഡെൽറ്റ 2 ഇതിന് മൈനസ് ആയി, മൈനസ് ക്യാപിറ്റൽ ഡെൽറ്റ 2 പ്ലസ് ഡെൽറ്റ 21 ഇൻറ്റു R1 നോക്കിക്കോ പ്ലസ് delta 22 into R2 is equal to 0. And now these can be written in a matrix form. And that is the flexibility matrix. Okay. ഇതിനെ എഴുതുമ്പോൾ എങ്ങനെ വരും? ഡെൽറ്റ 11 ഡെൽറ്റ 12 ഇവിടെ നിന്ന് ഡെൽറ്റ 11 എടുത്തു, ഡെൽറ്റ 12 എടുക്കുന്നു. ഇപ്പുറത്ത് നിന്ന് ഡെൽറ്റ 21 സെക്കൻഡ് ഇക്വേഷനിൽ നിന്ന് ഡെൽറ്റ 21 ആൻഡ് ഡെൽറ്റ 22. ദിസ് വിൽ ഫോം എ മെട്രിക്സ്. ഡെൽറ്റ 11 12 ഡെൽറ്റ 21 22. Then next one R1 R2 column matrix R1 R2, and on the right side capital delta 1 and capital delta 2, and this is displacement alle adine D ennu denote cheya, capital D, this is displacement, and this is capital R, and this matrix is, this can be denoted by small f or delta no f no ഒക്കെ denote cheya. Okay, and so delta into R is equal to D. Okay, and this is the generalized form of flexibility matrix. F is the flexibility matrix. ഈ എഫിനാണ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് എന്ന് പറയുന്നത്. ഡെൽറ്റ 11 ഡെൽറ്റ 12 ഡെൽറ്റ 21 ഡെൽറ്റ 22. അത് നമ്മുടെ റിഡൻഡൻസ് ഒക്കെ അനുസരിച്ച് അതിന്റെ നമ്പേഴ്സ് എലിമെന്റ്സിന്റെ നമ്പർ മാറും കേട്ടോ. ഫോർ n number of forces it can be written like this. This matrix can be written like this. F11 F12 up to F1n F21. ഈ മെട്രിക്സിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുന്നു. ഓക്കെ, നിങ്ങൾ ലാസ്റ്റ് വരെ 24 അറ്റൻഡൻസ് തരാം. ഡെൽറ്റ 11 ഡെൽറ്റ 12 അപ് ടു ഡെൽറ്റ 1n. എഫ് എന്നോ ഡെൽറ്റ എന്നോ ഡിനോട്ട് ചെയ്യുക. അതേപോലെ സെക്കൻഡ് റോ delta 21 delta 22 up to delta 2n, then delta n1 delta n2 etc up to delta nn. then ഇവിടെ R എന്നുള്ളത് എന്താ? ഇവിടെ R എന്ന് പറയുന്നത് ഇവിടെ ഒരു ഫോഴ്സ് അല്ലേ, റിയാക്ഷൻ എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ആണല്ലോ. നമ്മൾ ഈ R എടുത്തേക്കുന്നത് റിയാക്ഷൻസിനെയാണ്. and this R is a force, and hence it can be considered as P അല്ലേ, പി എന്ന് കൺസിഡർ ചെയ്യാം. സോ P1 P2 P3 എക്സെട്ര അപ് ടു Pn. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു D1 D2 D3 എക്സെട്ര അപ് ടു Dn. ഓക്കെ, ആൻഡ് ഓഫ് this matrix is known as flexibility matrix, and this column matrix is known as load matrix or load vector. And the last one is known as displacement matrix or displacement vector. Okay, and so this is the general form. F into P is equal to D. F into P is equal to D, where F is the flexibility matrix. This one is the general form. F into P is equal to D. F is the flexibility matrix, P is the load matrix, and D is the displacement matrix. And now we are defining each element of the flexibility matrix. Okay, like stiffness matrix, each element of the flexibility matrix is known as flexibility influence coefficient. സ്റ്റിഫ്നെസ് മെട്രിക്സിൽ നമ്മൾ പറഞ്ഞില്ലായിരുന്നു KIJ എന്നുള്ളതിനെ നമ്മൾ എന്തെന്നാ പറയുന്നത്? ഇറ്റ് ഈസ് നോൺ ആസ് ദ സ്റ്റിഫ്നെസ് ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ്. സിമിലർലി ഈച്ച് എലിമെന്റ് ഓഫ് ദ ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് FIJ, it can be denoted as FIJ,
and it is known as flexibility influence coefficient. Fij is known as the flexibility influence coefficient. ഇനി അത് ഡിഫൈൻ ചെയ്യാൻ ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. ആൻഡ് വാട്ട് ഈസ് ഫ്ലെക്സിബിലിറ്റി? സ്റ്റിഫ്നെസ് എന്താ? സ്റ്റിഫ്നെസ് എന്താണെന്ന് ഓർത്താൽ ഫ്ലെക്സിബിലിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. വാട്ട് ഈസ് സ്റ്റിഫ്നെസ്? സ്റ്റിഫ്നെസ് ഈസ് ദ ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡീഫോർമേഷൻ. അപ്പം അതിൻ്റെ ഇൻവേഴ്സ് ആണ് ഫ്ലെക്സിബിലിറ്റി അല്ലേ? അപ്പോൾ എന്ത് വരും? സ്റ്റിഫ്നെസ് എന്ന് പറയുന്ന ഫോഴ്സ് റിക്വയർഡ് ടു പ്രൊഡ്യൂസ് യൂണിറ്റ് ഡീഫോർമേഷൻ. സോ വാട്ട് ഈസ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന അപ്പോൾ എന്ത് വരും? സ്റ്റിഫ്നെസ്സിൻ്റെ അവിടെ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് യൂണിറ്റി വരുന്നത്. അപ്പോൾ ഫ്ലെക്സിബിലിറ്റി പറയുമ്പോൾ ഫോഴ്സ് വിൽ ബി യൂണിറ്റി. സോ ഇറ്റ് ഈസ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് പ്രൊഡ്യൂസ്ഡ് ഫോർ യൂണിറ്റ് ഫോഴ്സ്. യൂണിറ്റ് ഫോഴ്സ് കൊടുക്കുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനാണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, flexibility is the displacement produced for unit force, and with this we can define the flexibility influence coefficient. Each element is known as flexibility influence coefficient, and so Fij can be defined as displacement produced at coordinate I. Displacement produced at coordinate I when unit force is applied at coordinate j. Okay, displacement produced at coordinate I when unit force is applied at coordinate j with zero forces at all other coordinates. Okay, this is the important flexibility influence coefficient. Fij is the displacement produced at coordinate I when unit force is applied at coordinate j with zero forces at all other coordinates. Okay, and here the diagonal elements F11, F22, Fnn are known as the direct flexibility influence coefficient. Direct flexibility influence coefficient, and they will be always positive. Diagonal elements will be always positive, and the off diagonal elements are known as cross flexibility influence coefficient, and they can be positive or negative. Off diagonal elements are known as cross flexibility influence coefficients, and they can be positive or negative. Okay, diagonal elements can be always positive. ഇനി നമ്മൾ എലിമെന്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് നേരത്തെ നമ്മൾ സ്റ്റിഫ്നെസ്സിൽ കണ്ടായിരുന്നു. ബീം എലിമെന്റിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ് ഒക്കെ ഓർക്കുന്നുണ്ടോ? ബീം എലിമെന്റിന്റെ സ്റ്റിഫ്നെസ് മെട്രിക്സ്, എലിമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ് K EI/L × 4224. അതേപോലെ നമ്മൾ എലിമെന്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോർ വേരിയസ് എലിമെന്റ്സ് ഡിറൈവ് ചെയ്യണം. ദാറ്റ് ഈസ് ദ നെക്സ്റ്റ്. എലിമെന്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ഫോർ certain non elements, cantilever beam element, അങ്ങനെയുള്ള ഡിഫറെൻറ്റ് കേസസ്. ഓക്കെ, ദർ ഇസ് എ പ്രൊസീജിയർ ഫോർ ദാറ്റ്. നോക്കിക്കോ. അപ്ലൈ ഫസ്റ്റ് സ്റ്റെപ്പ്, അപ്ലൈ യൂണിറ്റ് ഫോഴ്സ്. ഇവിടെ എന്താ ഫ്ലെക്സിബിലിറ്റി ഇൻഫ്ലുവൻസ് കോഎഫിഷ്യന്റ് എന്ന് പറയുന്നത് എന്താ? ഡിസ്പ്ലേസ്മെന്റ് പ്രൊഡ്യൂസ്ഡ് ഫോർ യൂണിറ്റ് ഫോഴ്സ് അല്ലേ? സോ വി ഹാവ് ടു അപ്ലൈ യൂണിറ്റ് ഫോഴ്സ് എലോങ് കോർഡിനേറ്റ് 1. ഇവിടെ 2 കോർഡിനേറ്റ് ഉള്ള ഒരു എലിമെന്റ് ഉണ്ടെന്ന് കൺസിഡർ ചെയ്യുവാണെങ്കിൽ വി ആർ അപ്ലൈയിങ് യൂണിറ്റ് ഫോഴ്സ് എലോങ് കോർഡിനേറ്റ് 1. ഇതിനെ നമ്പർ ചെയ്യുന്നു 1, 2 എന്ന് നമ്പർ ചെയ്യുന്നു, 1 and 2. ഓക്കെ, ഫസ്റ്റ് വി ഹാവ് ടു അപ്ലൈ unit force along coordinate 1 and find out the displacements in coordinate 1, 2, etc. This will be the first column of the element flexibility matrix. Okay, apply unit force F is equal to 1. F is equal to 1 കൊടുക്കുന്നു. അപ്പോൾ 1ലും 2ലും ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെന്റ്സ് കണ്ടുപിടിക്കും. This will be the first column. Then apply unit force along coordinate 2. അതായത് 2ൽ യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. യൂണിറ്റ് ഫോഴ്സ് അലോങ് 2 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതൊരു മൊമെന്റ് ആയിരിക്കും. കണ്ടോ, ഇത് മൊമെന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇറ്റ് വിൽ ബി എ യൂണിറ്റ് മൊമെന്റ്. സോ അപ്ലൈ യൂണിറ്റ് ഫോഴ്സ് അലോങ് കോർഡിനേറ്റ് 2, ഫൈൻഡ് ഔട്ട് ദ ഡിസ്പ്ലേസ്മെന്റ്സ് ഇൻ കോർഡിനേറ്റ് 1 and 2, ആൻഡ് ദിസ് വിൽ ഫോം ദ സെക്കൻഡ് കോളം. 2 കോർഡിനേറ്റ്സ് ഉണ്ടെങ്കിൽ ഇത്രയും മതി. 3 എണ്ണം ഉണ്ടെങ്കിൽ again we have to apply unit force along the third coordinate and then find out the displacements along 1, 2 and 3. This will be the third column. ഇങ്ങനെയാണ് പ്രൊസീജിയർ. ഓക്കെ,
Then now we will form the first case. First case, cantilever beam element having two coordinates. ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ തന്നെ. Cantilever beam element having two coordinates. So listen. First coordinate is a vertical force. Vertical force along the vertical direction. And second one is it is a moment. Okay. Two coordinates. So എന്ത് ചെയ്യണം? So first P1 is equal to 1 kilonewton. ഇത് എളുപ്പമാണ്. P1 is equal to 1 kilonewton. ഓക്കെ, അപ്പം നിങ്ങൾക്കറിയാം കാൻഡിലിവർ ബീമിൻ്റെ ഫ്രീ എൻഡിൽ 1 kilonewton വന്നാലുള്ള എന്തൊക്കെയാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ട ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് പറയുന്നത്? ഫസ്റ്റ് വൺ എന്നുള്ള കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്തായിരിക്കും? 1 എന്നുള്ള കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് ഇറ്റ് വിൽ ബി എ ഡിഫ്ലക്ഷൻ അല്ലേ? 1ന് കറസ്പോണ്ടിങ് P1 is equal to 1 ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏതൊക്കെ ഡയറക്ഷനിലുള്ളതാണ്? 1ൻ്റെ ഡയറക്ഷനിലും 2ൻ്റെ ഡയറക്ഷനിലും ഉള്ള ഡിസ്പ്ലേസ്മെൻറ്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ എലോങ് 1 ദിസ് വിൽ ബി ദ ഡിസ്പ്ലേസ്മെൻറ്റ്, ദാറ്റ് ഈസ് ദ ഡെൽറ്റ ഡിഫ്ലക്ഷൻ. ഡിഫ്ലക്ഷൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാം അല്ലേ? YBയുടെ ഇക്വേഷൻ അറിയാമല്ലോ. WLQ/3EI അല്ലേ? കാൻഡിലിവർ ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ദ ഫ്രീ എൻഡ്. ഇവിടെ W എന്ന് പറയുന്നത് എന്താ? W is 1. So YB is equal to LQ/3EI. ഓക്കെ, സോ ഫസ്റ്റ് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിമെന്റ് എന്ന് പറയുന്നത് LQ/3EI വരും. ദെൻ സെക്കൻഡ് നമ്മൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? സെക്കൻഡ് കോർഡിനേറ്റ് ഈസ് എ കോർഡിനേറ്റ് കറസ്പോണ്ടിങ് ടു റൊട്ടേഷൻ. സോ വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ സ്ലോപ്പ്. സ്ലോപ്പ് കണ്ടുപിടിക്കുക. അതിൻ്റെ ഇക്വേഷനും നിങ്ങൾക്കറിയാം. എന്താ? W L²/2EI അല്ലേ? കാൻഡിലിവർ ബീം വിത്ത് പോയിന്റ് ലോഡ് അറ്റ് ദ ഫ്രീ എൻഡ്. W L²/2EI ആൻഡ് W is 1 here. സോ ഇവിടെ 1 അല്ലേ നമ്മൾ കൊടുക്കുന്നത്? P1 1. സോ L²/2EI. സോ സെക്കൻഡ് എലിമെന്റ് is L²/2EI. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് കോളം. ഇനി എന്താ ചെയ്യേണ്ടത്? L²/2EI is the second element. Then next എന്ത് ചെയ്യണം? Apply unit force along coordinate 2. Coordinate 2 എന്ന് പറയുന്നത് ഇതാണല്ലോ. This is coordinate 2. Then we have to apply unit force along coordinate 2. എന്ന് വെച്ചാൽ എന്താ അത്? It is a moment 1 kilonewton meter. P2 is equal to 1. That is 1 kilonewton meter moment apply ചെയ്യുക. Then if the moment is m, these are the equations. എമ്മിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ലോപ്പും ഡിഫ്ലക്ഷനുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് കോർഡിനേറ്റ് ഡിഫ്ലക്ഷനും സെക്കൻഡ് കോർഡിനേറ്റ് സ്ലോപ്പുമാണ്. ഓക്കെ, സോ ഇതിനും ഇക്വേഷൻ ഉണ്ട്, ജനറൽ ഇക്വേഷൻ ഉണ്ട്. ഇതും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. YB is equal to ML²/2EI, where M is the moment. Then theta B is equal to ML/EI. Okay, here M is equal to 1. M is 1. അപ്പോൾ L²/2EI വരും. YB is L²/2EI and theta B is L/EI. Okay. അപ്പോൾ അതിനെ എങ്ങനെ എഴുതും? ഫസ്റ്റ് എന്തെഴുതും? YBക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള L²/2EI എഴുതും. 1 എന്നുള്ളത് ഇവിടെ ഡിഫ്ലക്ഷൻ ആണ് അല്ലേ? വെർട്ടിക്കൽ മൂവ്മെന്റ്, ദാറ്റ് ഈസ് എ ഡിഫ്ലക്ഷൻ. സോ L²/2EI. L²/2EI and the second one is a slope. So എന്തെഴുതണം? ഇവിടെ കിട്ടി രണ്ടാമത്തെ തീറ്റ ബി എഴുതുക. ദാറ്റ് ഈസ് L/EI. L/EI. So this is the element flexibility matrix for the cantilever beam element having two coordinates. Okay, L/EI. ഇനി ഇവിടെ ചെക്ക് ചെയ്യുക. ഇനി ഫ്ലെക്സിബിലിറ്റി മെട്രിക്സും സിമെട്രിക് ആയിരിക്കുമേ. സിമെട്രിക് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അതാ ഇവിടെ L²/2EI. F12 is equal to F21. ഇത് രണ്ടും സെയിം ആയിട്ട് കിട്ടണം, എന്നാലേ കറക്റ്റ് ആയിരിക്കത്തുള്ളൂ. F12 and 21 are same. Okay.
ഇതാണ് എഴുതിയേക്കുന്നത് മെട്രിക്സ് എൽ ക്യൂ ബൈ 3EI എൽ സ്ക്വയർ ബൈ 2EI. ദെൻ സെക്കൻഡ് കോളം P2 is equal to 1. P2 1 കൊടുക്കും. L square by 2EA and L by EA. ഓക്കെ, മനസ്സിലായോ? യൂണിറ്റ് ഫോഴ്സ് കൊടുക്കുക, കറസ്പോണ്ടിങ് ഡിസ്പ്ലേസ്മെന്റ്സ് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. ദെൻ ഒരെണ്ണം കൂടെ രണ്ടെണ്ണം കൂടെ എടുത്തിട്ട് നിർത്താം കേട്ടോ. കാൻഡിലിവർ ബീം ഹാവിങ് 3 കോർഡിനേറ്റ്സ്. ഒരെണ്ണം കൂടെ. ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങൾക്ക് ഇപ്പൊ എടുത്തത് തന്നെ. ദെൻ തേർഡ് വൺ ഈസ് ആക്സിയൽ കോർഡിനേറ്റ് അലോങ് ദ ആക്സിയൽ ഡയറക്ഷൻ. കോർഡിനേറ്റ് അലോങ് ദ ആക്സിയൽ ഡയറക്ഷൻ. അപ്പൊ 1ഉം 2ഉം നമുക്കറിയാം. ഓക്കെ, ഫസ്റ്റ് ഓക്കെ, ഇവിടെ നിങ്ങൾക്കിത് 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കുമ്പോൾ ഈ കേസ് കൂടെ അവിടെ എഴുതി വെച്ചോണം. ഇവിടെ നമുക്കിത് അറിയാവുന്നത് കൊണ്ട് ഞാനിവിടെ P1 എഴുതിയിട്ടില്ല, ഡയറക്റ്റ് മെട്രിക്സ് അങ്ങ് എഴുതി വെച്ചേക്കുക. P1 is equal to 1. P1 is equal to 1 കൊടുക്കുമ്പോൾ കിട്ടുന്നത് ഏതൊക്കെയാ ഡിസ്പ്ലേസ്മെന്റ്സ്? ഫസ്റ്റ് കോർഡിനേറ്റിന്റെ ഡയറക്ഷനിലുള്ളത് എന്താ? ഇവിടെ LQ/3A. പക്ഷെ നിങ്ങൾ ഇതിവിടെ മുകളിലുള്ളത് കൊണ്ടാണ് ഞാൻ ഈ കേസിന് വരച്ചിടാത്തത് കേട്ടോ. അപ്പൊ ഇത് വരച്ചോണം. P1 is equal to 1ന്റെ ഈ ഫിഗർ വരച്ചോണം. സോ എന്താ വരുന്നത്? LQ/3EI L square by 2EI. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ ആക്സിൽ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാകുന്നുണ്ടോ? ഈ ഡയറക്ഷനിൽ എന്തെങ്കിലും ഡിസ്പ്ലേസ്മെന്റ് വരുന്നുണ്ടോ? ഇല്ല. സോ 0 കൊടുക്കുക. മൂന്നാമത്തെ കോർഡിനേറ്റിൽ 0യാ വരുന്നത്. P1 is equal to 1 അപ്ലൈ ചെയ്യുമ്പോൾ മൂന്നാമത്തെ കോർഡിനേറ്റിൽ 0യാ വരുന്നത്. അപ്പൊ ഈ ഫിഗർ നിങ്ങൾ വരച്ചോണം. ഇത് വരയ്ക്കുക. P1 is equal to 1 വരച്ചിടുക. YB θB എഴുതുക. And the third displacement is 0. And now form the first column. ഇനി സെക്കൻഡ് കോളം ഫോം ചെയ്യാൻ ഈ ഫിഗർ വരയ്ക്കുക. P2 is equal to 1 കൊടുക്കുക. അപ്പോൾ YB എന്നുള്ളത് L square by 2EI കിട്ടും. അതായത് 1ന്റെ ഡയറക്ഷനിൽ L square by 2EI, 2ന്റെ ഡയറക്ഷനിൽ എന്ന് വെച്ചാൽ സ്ലോപ്പ് ആണ്, ദാറ്റ് ഈസ് L by EI. ദെൻ ഇവിടെ തേർഡ് ഡയറക്ഷനിൽ അന്നേരം എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ഹൊറിസോണ്ടൽ മൂവ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. സോ അവിടെയും 0 കൊടുക്കുക. ദാറ്റ് ഈസ് P2 is equal to 1. ഇനി മൂന്നാമത്തെ ഏതാ? മൂന്നാമത്തേത് P3 is equal to 1. P3 is equal to 1. അത് മാത്രമേ ഞാൻ ഇവിടെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. P3 is equal to 1 നോക്കുക. P3 is equal to 1 എന്ന് പറയുമ്പോൾ ഇതാണ് തേർഡ് കോർഡിനേറ്റ്. കണ്ടോ, തേർഡ് ഇതല്ലേ. അപ്പോൾ ആ ഡയറക്ഷനിൽ 1 kilonewton apply 1 kilonewton along the third coordinate. So ഓക്കെ, നമുക്ക് ഇതിൽ തന്നെയുള്ള ഡിസ്പ്ലേസ്മെന്റ് ആണ് വേണ്ടത് അല്ലേ? 3 എന്നുള്ളത് ഇങ്ങോട്ട് തന്നെ കൊടുത്തേക്കുന്നത്. സോ ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ എന്താ? ഇഫ് എ ഫോഴ്സ് P is applied, what is delta? PL/AE എന്നുള്ളൊരു ഇക്വേഷൻ അറിയത്തില്ലേ? PL/AE. ഇവിടെ ഒരു P എന്നുള്ള ഫോഴ്സ് ആണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ വാട്ട് ഈസ് ദ ഡിസ്പ്ലേസ്മെന്റ് ഡെൽറ്റ? ഇറ്റ് ഈസ് PL/AE. ഹിയർ P ഈസ് 1 kilonewton. 1 kilonewton വരുമ്പോൾ ഡെൽറ്റ വിൽ ബി L/AE. ഓക്കെ, പക്ഷെ ഇവിടെ വെർട്ടിക്കൽ ആയിട്ട് എന്തെങ്കിലും മൂവ്മെന്റ് ഉണ്ടോ? വെർട്ടിക്കൽ 0, സ്ലോപ്പ് 0, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടും 0. സോ ഫസ്റ്റ് 2 എലിമെന്റ്സ് 0 വരും. ഏതില്ല? തേർഡ് കോളത്തിൽ. ദെൻ തേർഡ് എലിമെന്റ് എന്ത് കൊടുക്കണം? L/AE കൊടുക്കുക. ഓക്കെ, 0 0 L/AE, that is the third column. This is the element flexibility matrix for a cantilever beam having 3 coordinates. Okay, next one ആണ് most important, and you are using that matrix for problems, beams. For the beams we are using the next one. Okay, beam element having 2 coordinates. ഇതിൽ ഫ്ലെക്സിബിലിറ്റി സ്റ്റിഫ്നെസ് മെട്രിക്സ് എന്തായിരുന്നു? EI/L into 4 to 24. ഓക്കെ, ഇനി ഇതിന്റെ എഫ് ആണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. കെ നിങ്ങൾക്കറിയാം. കെ ആണ് നമ്മൾ 4th മൊഡ്യൂളിലെല്ലാം യൂസ് ചെയ്തേക്കുന്നത് അല്ലേ? ബീം എലിമെന്റിന്റെ കെ ആണ് EI/L into 4 to 24. അത് ഡെറിവേഷൻ എല്ലാം നിങ്ങൾ പഠിച്ചോ. ഇനി
ഇതിന്റെ എഫ് ഡിറൈവ് ചെയ്യാൻ. ഇത് രണ്ടും മാറി മാറി ചോദിക്കാറുണ്ട്. ഇതാണ് എപ്പോഴും ചോദിക്കുന്നത്. ബീം എലിമെന്റ് ആണ് കൂടുതലും ചോദിക്കുന്നത്. പക്ഷെ കാൻഡിലിവറും ചിലപ്പോഴൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എഫോ കെയോ മാറി മാറി ചോദിക്കാം. ഡിറൈവ് ദ എലിമെന്റ് ഫ്ലെക്സിബിലിറ്റി മെട്രിക്സ് ചോദിക്കാം. ഡിറൈവ് ദ എലിമെന്റ് സ്റ്റിഫ്നെസ് മെട്രിക്സും ചോദിക്കാം കേട്ടോ. ഇതിൽ പക്ഷെ കുറച്ച് പാടുണ്ട്. കോൺജുഗേറ്റ് ബീം ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡിഫ്ലക്ഷൻ ഡെൽറ്റയും സ്ലോപ്പ് തീറ്റയും കണ്ടുപിടിക്കുന്നത്. ഡിഫ്ലക്ഷൻ ഇവിടെ വേണ്ട അല്ലെ, 1ഉം 2ഉം. നമുക്ക് കോർഡിനേറ്റ്സ് കറസ്പോണ്ടിങ് ടു 1, 2 മതി. എന്ന് വെച്ചാൽ സ്ലോപ്പിന്റെ ആവശ്യമേ ഉള്ളൂ. നോക്കിക്കോ, ഇത് ക്ലിയർ ആവും, നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ദിസ് ഈസ് ദ ബീം എലിമെന്റ് ഹാവിംഗ് 2 കോർഡിനേറ്റ്സ്. കോർഡിനേറ്റ് 1 and 2 and both are corresponding to rotation. സ്ലോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, യൂഷ്വലി ബീമിൽ നമ്മൾ റൊട്ടേഷൻ മാത്രമേ എടുക്കത്തുള്ളൂ. അതായത് ഇങ്ങനെയൊക്കെ വരുമ്പോൾ കണ്ടിന്യൂസ് ബീമിൽ ഇവിടുത്തെ റൊട്ടേഷൻ മാത്രമേ നമുക്ക് എടുക്കേണ്ടതുള്ളൂ. അതുകൊണ്ടാണ് ഈ സ്ലോപ്പിന് അല്ലെങ്കിൽ റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിഗ്രി ഓഫ് ഫ്രീഡം മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ, 1ഉം 2ഉം. ഓക്കെ ഓക്കെ, നൗ ഫസ്റ്റ് എന്താ നമ്മുടെ പ്രൊസീജിയർ അനുസരിച്ച് ഫസ്റ്റ് എന്ത് ചെയ്യണം? അപ്ലൈ P1 is equal to 1 kilonewton meter. സോ അപ്ലൈ 1 kilonewton meter ഹിയർ. ഇനി ഇതിന് എന്തെങ്കിലും ജനറൽ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാവോ? ജനറൽ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നില്ല അല്ലേ. ഒരു സിംപ്ലി സപ്പോർട്ടഡ് ബീമിന്റെ ഒരെൻഡില് മൊമെന്റ് വരുമ്പോഴുള്ള ജനറൽ ഇക്വേഷൻ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നേരത്തെ കേസിലൊക്കെ നമുക്ക് ജനറൽ ആയിട്ട് ഇക്വേഷൻസ് ഉണ്ട്, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഇക്വേഷൻ ജനറൽ ആയിട്ടില്ല. സോ വി ആർ യൂസിങ് ദ കോൺജുഗേറ്റ് ബീം മെത്തേഡ്. കോൺജുഗേറ്റ് ബീം മെത്തേഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്, അതാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. സോ അതെന്താ, എങ്ങനെ അത് ചെയ്യുന്നത്? ഫസ്റ്റ് യു ആർ പ്ലോട്ടിംഗ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യുക. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം പ്ലോട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സെക്ഷൻ എടുക്കുക. ഇവിടെ ഒരു സെക്ഷൻ എടുക്കുമ്പോൾ വാട്ട് ഈസ് ദ മൊമെന്റ് ഓൺ ദ ലെഫ്റ്റ് സൈഡ്? ലെഫ്റ്റ് സൈഡിൽ വരുന്ന മൊമെന്റ് 1 kilonewton meter. ഇതിന്റെ സൈൻ കൺവെൻഷൻ അനുസരിച്ച് എന്ത് മൊമെന്റാ അത്? ലെഫ്റ്റിൽ ക്ലോക്ക് വൈസ് മീൻസ് ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ ഇവിടെ 1 മാർക്ക് ചെയ്യുക. ഇനി ഇവിടെ ഒരു ഹിഞ്ച്ഡ് സപ്പോർട്ടാ, അവിടുത്തെ മൊമെന്റ് എപ്പോഴും 0 വരത്തുള്ളൂ, വേറെ ഒന്നും നോക്കാനില്ല, റിയാക്ഷൻ ഒന്നും കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല ഇവിടെ. സോ ഫസ്റ്റ് യു ആർ ഡ്രോയിങ് ദ BMD ഓഫ് ദ ഗിവൺ ബീം. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കുക. സോ അത് സെക്ഷൻ എടുത്തിട്ട് ചെയ്യുക. ഇവിടെ 1 kilonewton meter ലെഫ്റ്റിലായത് കാരണം ഇവിടെ 1. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് 0. നൗ നെക്സ്റ്റ് എന്ത് ചെയ്യണം? M/EA ഡയഗ്രാം. M/EA ഡയഗ്രാം വരയ്ക്കുക. M/EA മീൻസ് 1 divided by EA. നമുക്ക് ഈ ഒരു മൊമെന്റേ അറിയത്തുള്ളൂ, ഈ എൻഡിലുള്ള 1 മാത്രമേ അറിയത്തുള്ളൂ. സോ ഹിയർ ഇറ്റ് ഈസ് 1/EA എന്ന് എഴുതി വെക്കുക. 1/EA. അതിന്റെ മീനിങ് ഇതെല്ലാത്തിനെയും EA വെച്ച് ഡിവൈഡ് ചെയ്യേണ്ടതാണ്. ആക്ച്വലി ഇവിടെ വരുന്ന ഓരോ കോർഡിനേറ്റിനെയും നമ്മൾ EA വെച്ച് ഡിവൈഡ് ചെയ്യണം. എല്ലാ മൊമെന്റ്സിനെയും EA വെച്ച് ഡിവൈഡ് ചെയ്യണം. ആൻഡ് ദാറ്റ് ഈസ് ദ M/EA ഡയഗ്രാം. ബട്ട് ഹിയർ വി നോ ഓൺലി ദിസ് വാല്യൂ. ഈ 1 മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ, അതുകൊണ്ട് 1/EA കൊടുക്കുക. പിന്നെ ഒരു കാര്യമുള്ളത്, ഇഫ് ദ BMD ഈസ് പോസിറ്റീവ് ലോഡിംഗ് വിൽ ബി ഡൗൺവേർഡ്സ്. ഇങ്ങനെ ലോഡ് ഡൗൺവേർഡ്സ് ആയിട്ട് കാണിക്കുക. ഇഫ് ദ BMD ഈസ് പോസിറ്റീവ് ദ ലോഡ് ഡയഗ്രാം വിൽ ബി ഓർ ദ കോൺജുഗേറ്റ് ബീം വിൽ ബി ഡൗൺവേർഡ്സ്. ലോഡ് വിൽ ബി ആക്ടിങ് ഡൗൺവേർഡ്സ്. ഇങ്ങനെ ഡൗൺവേർഡ് ആയിട്ട് കാണിക്കുക. ഇവിടെ പോസിറ്റീവ് ആണല്ലോ നിങ്ങൾക്ക് കിട്ടിയത്, സോ ഇറ്റ് ഈസ് ഡൗൺവേർഡ്സ്. ഓക്കെ, നൗ അപ്പൊ എന്താവും? ഇതിന്റെ ലോഡ് ചേഞ്ച് ആയി അല്ലേ, ഈ ബീമിന്റെ ലോഡ് ചേഞ്ച്ഡ് ആയി. ഇവിടെ 1/EA ആണ്, പിന്നെ ഇങ്ങനെ കുറെ വെർട്ടിക്കൽ ലോഡ് ഉണ്ട്, ഒരു ട്രയാങ്കുലർ ലോഡായിട്ട് ആക്ട് ചെയ്യും അല്ലേ. ദാറ്റ് മീൻസ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ന്യൂ സപ്പോർട്ട് റിയാക്ഷൻസ് RA' ആൻഡ് RB'. RA' RB' കാൽക്കുലേറ്റ് ചെയ്യണം. അതിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? വാട്ട് ഈസ് RA' plus RB'? ഇറ്റ് ഈസ് ദ ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഈ ഒരു ട്രയാങ്കിളിൽ വരുന്ന ലോഡാണ് RA' RB' കൂടെ സം. സിഗ്മ V ഈക്വൽ ടു 0 ചെയ്യുന്നതാ. സിഗ്മ V ഈക്വൽ ടു 0 ചെയ്യുമ്പോൾ എങ്ങനെ വരും? നിങ്ങൾ യൂഷ്വലി ട്രയാങ്കുലർ ലോഡ് വരുമ്പോൾ എന്താ ചെയ്യുന്നത്? സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണെങ്കിൽ
RA dash plus RB dash is equal to this sum of these all load acting in this triangle. എന്ന് വെച്ചാൽ അതിൻ്റെ ഏരിയ എടുക്കുകയല്ലേ ചെയ്യുന്നത്. സോ RA dash plus RB dash is equal to half into 1 by EI into L. ഇവിടെ ലോഡ് ചേഞ്ച് ആയി 1 by EI ആയി. ഓക്കെ, 1 by EI into L into 1 by 2. Now taking moment about A, sigma MA equal to 0. ഇത് ചെയ്യുമ്പോൾ എങ്ങനെ വരും? മൈനസ് RB dash into L. സിഗ്മ MA ഈക്വൽ ടു 0 ചെയ്യുക. മൈനസ് RB dash into L. അല്ലെ, ആൻറ്റി ക്ലോക്ക് വൈസ് ഇവിടുത്തെ മൊമെൻ്റ് ആണ് എടുക്കുന്നത്, ഈ പോയിന്റ്. മൈനസ് RB dash into L. ദെൻ പ്ലസ് ഈ ലോഡ്, ട്രയാങ്കുലർ ലോഡ് ക്ലോക്ക് വൈസ് ആയിട്ടല്ലേ ആക്ട് ചെയ്യുന്നത്, പ്ലസ് ഹാഫ് ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു 1 by EI into L. പിന്നെ എന്തുകൂടെ വരും? എക്സ് ബാർ കൂടെ എടുക്കുക. എക്സ് ബാർ ഫ്രം ഇയർ, അതെന്ത് വരും? 2/3 അല്ല 1/3 വരും അല്ലേ ഇവിടെ നിന്ന്. എക്സ് ബാർ ഇവിടെ നിന്ന് വേണം എടുക്കാൻ. ദാറ്റ് ഈസ് 1/3 ഓഫ് എൽ. ഹാഫ് ഇൻറ്റു ഇത് L by EI ഇൻറ്റു 1/3 ഓഫ് L. ഓക്കെ, ദാറ്റ് ഈസ് RB dash into L is equal to എങ്ങനെ വരും? L into L square by 3 into 2 6. L square by 6EA എന്ന് വരും. ആൻഡ് വാട്ട് ഈസ് RB dash? RB dash അപ്പോൾ എന്ത് വരും? L by 6EA വരും. ഇത്രയേ ഉള്ളൂ. ഇനി RA dash എങ്ങനെ കണ്ടുപിടിക്കാം? ഇവിടെ നമ്മൾ RA dash plus RB dash എഴുതി വെച്ചിട്ടുണ്ട്. L by 2EA ആണല്ലോ. RA dash plus RB dash L by 2EA. Now we can calculate RA dash. അത് മൈനസ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് 2L by 6EA എന്ന് വരും. ദാറ്റ് മീൻസ് ഇത് ചെയ്ത് നോക്കിയാൽ മതി. RA dash plus RB dash L by 2EA ആണ്. RB dashന്റെ വാല്യൂ ഉണ്ട്. സോ RA dash will be 2 by 6EA into L. അങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ RA dash L by 3EA. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് എന്താ? ഇവിടെ 1 എന്ന് പറയുന്നത് ഒരു റൊട്ടേഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. യൂണിറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഡെവലപ്പ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ്സ് ആണ് വേണ്ടത് അല്ലേ? 1ലും 2ലും ഡെവലപ്പ് ചെയ്യുന്ന ഡിസ്പ്ലേസ്മെന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഹിയർ വാട്ട് ആർ ദ ഡിസ്പ്ലേസ്മെന്റ്സ് കറസ്പോണ്ടിങ് ടു 1 and 2? ദീസ് ആർ ദ സ്ലോപ്സ് അറ്റ് 1 and 2. സ്ലോപ്സ് അറ്റ് A and B. തീറ്റ എയും തീറ്റ ബിയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇവിടുത്തെ 2 സ്ലോപ്പാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. തീറ്റ എയും തീറ്റ ബിയും ആണ് കണ്ടുപിടിക്കേണ്ടത്. 1ഉം 2ഉം നമ്മൾ റൊട്ടേഷൻ ആണ് എടുത്തേക്കുന്നത്, അതുകൊണ്ട്. ഇനി എന്ന് പറഞ്ഞാൽ എന്താണ് കോൺജുഗേറ്റ് ബീമിന്റെ എന്താണ് സ്ലോപ്പ് എന്ന് പറയുന്നത്? സ്ലോപ്പ് എന്ന് പറയുന്നത് കോൺജുഗേറ്റ് ബീമിലെ ഷിയർ ഫോഴ്സ് ആയിരിക്കും. ഓക്കെ, ഡിഫ്ലക്ഷൻ ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഡിഫ്ലക്ഷൻ വേണമെങ്കിൽ ബെൻഡിങ് മൊമെന്റും ആയിരിക്കും. സ്ലോപ്പ് ഈസ് ദ ഷിയർ ഫോഴ്സ്. എസും കൂടെ ഓർത്താൽ മതി. സ്ലോപ്പ് ഈസ് ദ ഷിയർ ഫോഴ്സ് ഓഫ് ദ കോൺജുഗേറ്റ് ബീം and the deflection will be the bending moment of the conjugate beam. Now what is theta A? This is the shear force at A. What is shear force at A? Shear force at A എന്ന് പറയുന്നത് എന്ത് വരും? RA അല്ലേ? It is RA dash. RA dash എക്സ്ട്രീം ലെഫ്റ്റിൽ എടുക്കുക. എക്സ്ട്രീം ലെഫ്റ്റിൽ എടുക്കുമ്പോൾ എന്ത് വരും? ലെഫ്റ്റിൽ അപ്വേർഡ് എന്ന് പറയുന്ന സൈൻ കൺവെൻഷൻ അനുസരിച്ച് എന്താ? ലെഫ്റ്റിൽ അപ്വേർഡ് അല്ലേ? ഇവിടെ ഒരു സെക്ഷൻ എടുക്കുന്നു RA dash. ഇവിടെ സെക്ഷന്റെ തൊട്ടിപ്പുറത്തൊരു എന്താ, ഈ എക്സ്ട്രീം എൻഡിന്റെ തൊട്ടിപ്പുറത്തൊരു സെക്ഷൻ എടുക്കുന്നു. അവിടെ RA dash അപ്വേർഡ്സ് ആയിട്ട് കിടപ്പുണ്ട്. ആൻഡ് വാട്ട് ഈസ് ദ സൈൻ? ലെഫ്റ്റിൽ അപ്വേർഡ് മീൻസ് ഇറ്റ് ഈസ് പോസിറ്റീവ്. സോ ഇറ്റ് ഈസ് RA dash മാത്രം എടുത്താൽ മതി. RA dash എന്ന് പറയുന്നത് എന്താ? L by 3EA. സോ ഫസ്റ്റ് കോളം നമുക്ക് എങ്ങനെ കിട്ടും? L by 3EA is the first element. Then second element എന്ന് പറയുന്നത് നമുക്ക് എന്താ വേണ്ടേ? തീറ്റ ബി അല്ലേ വേണ്ടേ? തീറ്റ ബി എന്ന് പറയുന്നത് എന്താ? RB dash. Or it is a shear force at B. ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറയുന്നത് ഈ എക്സ്ട്രീം എൻഡ് എടുത്താൽ മതി. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയത് കാരണം നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് എടുത്താൽ മതിയല്ലോ. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആയത് കാരണം ഹിഞ്ചല്ലേ 2 എൻഡിലും. സോ ഇവിടെ ഒരു സെക്ഷൻ എടുക്കുക. ഷിയർ ഫോഴ്സ് അറ്റ് ബി എന്ന് പറയുന്നത് മൊമെന്റ് ഈസ് ടേക്കിംഗ് അബൌട്ട് എ. ഇവിടെ മൊമെന്റ് അബൌട്ട് എ എടുക്കുന്നത്.
മൊമെന്റ് അബൌട്ട് ബി എടുക്കുവാണെങ്കിലാണ് 2/3 വരുന്നത് അല്ലേ? മൊമെന്റ് അബൌട്ട് എ എടുക്കുമ്പോൾ 1/3 അല്ലേ വരുന്നത്? മൊമെന്റ് അബൌട്ട് അപ്പെക്സ് ആണ് 2/3 അല്ലേ? ബേസിൽ നിന്നുള്ള എക്സ് ബാർ ആവുമ്പോൾ ഇത് 1/3 അല്ലേ വരുന്നത്? ഇത് 1/3 ആ വരുന്നത്. ദിസ് ഈസ് 1/3 ഓഫ് എൽ. മൊമെന്റ് അബൌട്ട് എ ആണ് എടുക്കുന്നത് കേട്ടോ. മൊമെന്റ് അബൌട്ട് എ ആണ് എടുക്കുന്നത്. സിഗ്മ എം എ ഈക്വൽ ടു 0 എടുക്കുന്നത്. അപ്പം ഇവിടെ നിന്നുള്ള എക്സ് ബാർ ഡിസ്റ്റൻസ് അല്ലേ വേണ്ടത്? എയിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എക്സ് ബാർ ഷുഡ് ബി ടേക്കൻ ഫ്രം എ. എക്സ് ബാർ ഇവിടെ നിന്ന് എടുക്കണ്ടേ? ഇവിടെ നിന്നുള്ള എക്സ് ബാറാ എന്ന് വെച്ചാൽ ഈ ട്രയാങ്കിളിന്റെ എന്താ വരുന്നത്? 1/3 ആണോ 2/3 ആണോ വരുന്നത്? വെർട്ടക്സിൽ നിന്നാണ് 2/3 വരുന്നത്. ബേസിൽ നിന്നാവുമ്പോൾ ഇറ്റ് വിൽ ബി 1/3. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നുള്ള മൊമെന്റാ നമ്മൾ മൊമെന്റ് അബൌട്ട് എ എടുക്കുന്നത്. മൊമെന്റ് അബൌട്ട് ഈ പോയിന്റാ. മൊമെന്റ് അബൌട്ട് എ ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഇറ്റ് വിൽ ബി 1/3. ഇവിടെ നിന്നല്ലേ 2/3 എടുക്കുന്നത്? വെർട്ടക്സിൽ നിന്നല്ലേ നിങ്ങൾ 2/3 എടുക്കുന്നത്? നമുക്കതല്ല വേണ്ടത്. ബേസിൽ നിന്നുള്ള എക്സ് ബാർ ആ വേണ്ടത്. ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് വിൽ ബി 1/3. ഓക്കെ, മനസ്സിലായോ? ഇനി P2 കൂടെ കഴിഞ്ഞാൽ തീരും. അപ്പൊ ഇതുകൂടെ പറഞ്ഞേ. തീറ്റ ബി എന്ത് വരും? വാട്ട് ഈസ് തീറ്റ ബി? തീറ്റ ബി ഈസ് ഷിയർ ഫോഴ്സ് അറ്റ് ബി ഡാഷ്. ഷിയർ ഫോഴ്സ് അറ്റ് ബി ഡാഷ്. ബി ഡാഷ് എന്നോ ഇതിനെ ബി ഡാഷ് എ ഡാഷ് എന്ന് വേണം ഡിനോട്ട് ചെയ്യാം. അല്ലെങ്കിൽ എ ബി എന്ന് കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. എ ഡാഷ് ബി ഡാഷ്. ഇവിടെ നിങ്ങൾ മൊമെന്റ് അബൌട്ട് എ ഡാഷ് എടുത്തിട്ടാണ് ആർ ബി ഡാഷ് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പൊ 1/3 ആണ് വരുന്നത്. ട്രയാങ്കിളിന്റെ 1/3 വരത്തുള്ളൂ. ക്ലിയർ ആയോ നയന? മനസ്സിലായോ? And what is theta b? Theta b is the shear force at b dash. Shear force at b dash എന്ത് വരും? ഇവിടെ റൈറ്റ് സൈഡിൽ ഒരു ആർ ബി ഡാഷ് ആണ് കിടക്കുന്നത്. റൈറ്റ് സൈഡിൽ ആർ ബി ഡാഷ് എന്ന് പറയുമ്പോൾ സൈൻ കൺവെൻഷൻ അനുസരിച്ച് എന്ത് വരും? അപ്വേർഡ് ആണ് കിടക്കുന്നത്. ഡൗൺവേർഡ് റൈറ്റ് ഈസ് പോസിറ്റീവ്. അപ്പൊ അപ്വേർഡ് റൈറ്റ് എന്ന് പറയുമ്പോൾ എന്ത് വരും? അപ്വേർഡ് റൈറ്റ് ആവുമ്പം ഇറ്റ് വിൽ ബി മൈനസ് ആർ ബി ഡാഷ് വരും അല്ലേ? മൈനസ് ആർ ബി ഡാഷ്. വാട്ട് ഈസ് ആർ ബി ഡാഷ് ഹിയർ? ആർ ബി ഡാഷ് ഈസ് L/6CA. L/6CA ആണ് ആർ ബി ഡാഷ്. അപ്പൊ ഇവിടെ അപ്വേർഡ് ആണ് കിടക്കുന്നത് ആർ ബി ഡാഷ്. അപ്പൊ റൈറ്റിൽ അപ്വേർഡ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ ബി മൈനസ്. സോ മൈനസ് L/6CA. സോ ഫസ്റ്റ് കോളം എങ്ങനെ വരും? L/3EA ആൻഡ് മൈനസ് L/6CA വരും. -L/6CA. ഇനി നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്നത്? P2 is equal to 1 കൊടുക്കുക. This is the first column. Then next provide P2 is equal to 1. Second case. അടുത്ത ഫിഗർ നോക്കിക്കേ. ഇവിടെ സെക്കൻഡ് കോർഡിനേറ്റ് ഇവിടെ നോക്കിക്കേ. ബിയിൽ യൂണിറ്റ് മൊമെന്റ് കൊടുക്കണം അല്ലേ? P2 is equal to 1. 1, 2 നമ്മൾ കൊടുത്തേക്കുന്ന ഏതാണോ അതിനനുസരിച്ച് വേണം കൊടുക്കാൻ. P2 is equal to 1 കൊടുക്കുക. P2 is equal to 1. ഇവിടെ ബിയിൽ 1 കൊടുത്തു. ഓക്കെ, ദെൻ വി ഹാവ് ടു പ്ലോട്ട് ദ BMD. നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യുക. BMD വരയ്ക്കുക. ഇവിടെയാണ് കിടക്കുന്നത് അല്ലേ? സെക്ഷന്റെ റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് എന്ന് വെച്ചാൽ അത് എന്ത് മൂവ്മെന്റാ? റൈറ്റ് സൈഡ് ഒരു 1 kN കിടക്കുക. That means it is minus 1 kN. ഇങ്ങനെ വരും. So BMD will be minus. താഴോട്ടാണ് വരുന്നത്. ഇവിടെ 0 വരത്തുള്ളൂ മൊമെന്റ്. ബിക്കോസ് there is a hinged support. അപ്പോൾ എങ്ങനെ വരും? 1/EA. ഇവിടെ 1/EA കൊടുക്കുക. 1/EA നമ്മൾ ഇതിനെ EA വെച്ച് ഡിവൈഡ് ചെയ്യുക. 1/EA കോൺജുഗേറ്റ് ബീം വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? M/EA ഡയഗ്രം പ്ലോട്ട് ചെയ്യുക. Here it is M/EA. That means 1/EA. And what about the loading? Here it is minus. And hence the loading will be upwards.
Loading will be upwards. Okay. അപ്പോൾ ഫിഗർ മാറി, അപ്വേർഡ് ആയിട്ട് കിടക്കുക ലോഡ്. ആൻഡ് അഗെയിൻ വി ഹാവ് ടു കാൽക്കുലേറ്റ് ദിസ് ആർ എ ഡാഷ് ആൻഡ് ആർ ബി ഡാഷ്. ഇവിടെ കോൺജുഗേറ്റ് ബീമിൽ ഹിഞ്ച്ഡ് സപ്പോർട്ടായിട്ട് തന്നെ റിമൈൻ ചെയ്യും. റോളർ ആണെങ്കിലും റോളർ ആയിട്ട് തന്നെ റിമൈൻ ചെയ്യും. ഫിക്സഡ് ആണെങ്കിൽ ഫ്രീ എൻഡ് ആവും, ഫ്രീ ആണെങ്കിൽ ഫിക്സഡ് ആവും. അതാണ് യൂഷ്വൽ പ്രൊസീജിയർ. ഫിക്സഡ് എൻഡ് ആണെങ്കിൽ ഫ്രീ എൻഡ് ആവും, ഫ്രീ എൻഡ് ആണെങ്കിൽ അത് ഫിക്സഡ് എൻഡ് ആവും. ഹിഞ്ച്ഡ് സപ്പോർട്ടോ റോളർ സപ്പോർട്ടോ ആണെങ്കിൽ ഇറ്റ് വിൽ റിമൈൻ ആസ് ഹിഞ്ച്ഡ് സപ്പോർട്ട്. അതുകൊണ്ട് വി ഹാവ് ടു കാൽക്കുലേറ്റ് ദിസ് ആർ എ ഡാഷ് ആൻഡ് ആർ ബി ഡാഷ്. ഇനി എങ്ങനെ സിഗ്മ വി ഈക്വൽ ടു 0 നമ്മൾ എങ്ങനെ എഴുതും? സിഗ്മ വി ഈക്വൽ ടു 0 എഴുതുമ്പോൾ എങ്ങനെ വരും? സിഗ്മ വി ഈക്വൽ ടു 0 എങ്ങനെ വരും? ആർ എ ഡാഷ് പ്ലസ് ആർ ബി ഡാഷ് പ്ലസ് ഏരിയ ഓഫ് ദിസ് ട്രയാങ്കിൾ. ഇത് മുകളിലോട്ടാണ് കിടക്കുന്നത് അല്ലേ? അപ്പോൾ എല്ലാം പ്ലസ് തന്നെ വരും. ലോഡ് എന്ന് പറയുന്നത് ഈ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ അല്ല ലോഡ് വരുന്നത്. ഈ ഒരു ഫിഗറിൽ വരുന്ന ലോഡ് എന്ന് പറയുന്നത് ദാറ്റ് വിൽ ബി ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ ആൻഡ് ദാറ്റ് ഈസ് ആക്ടിങ് അപ്വേർഡ്സ്. ഹെൻസ് all the terms will be positive. Ra dash plus Rb dash plus half into L into 1 by EI is equal to 0. അപ്പോൾ എങ്ങനെ വരും? Ra dash plus Rb dash is equal to minus L by 2EI എന്ന് വരും. And now take sigma MA equal to 0. Sigma MA equal to 0. അത് ചെയ്യുമ്പോൾ എങ്ങനെ വരും? Rb dash കൊണ്ടുള്ള മൊമെന്റ് minus Rb dash into L. Minus Rb dash into L. Then what about the moment due to this triangular load? It will be also anti-clockwise. So minus 1 by 2 into what is the area? Half into L by EI. Minus 1 by 2 into L by EI. And what is the x bar here? ഇവിടെ x bar എടുക്കുമ്പോൾ എയിൽ നിന്നുള്ള x bar എടുക്കുക. Moment about A അല്ലേ എടുക്കുന്നത്. So this is x bar and here it will be 2/3 of L. ട്രയാങ്കിൾ തിരിഞ്ഞല്ലേ വന്നേക്കുന്നത്. ഇവിടെ വെർട്ടെക്സ് വന്നു. സോ ഇറ്റ് വിൽ ബി 2/3 ഓഫ് എൽ കൊടുക്കുക. 2/3 ഓഫ് എൽ. ഇവിടെ 2/3 ആണ്. മനസ്സിലായോ ചേഞ്ച് ആയത്? മറ്റടുത്ത് 1/3 ഇവിടെ 2/3 എടുക്കുന്നത്. ഇറ്റ് വിൽ ബി 0. ആൻഡ് ഫ്രം ദിസ് യു ക്യാൻ കാൽക്കുലേറ്റ് ആർ ബി ഡാഷ്. ആൻഡ് യു വിൽ ഗെറ്റ് ആർ ബി ഡാഷ് ആസ് minus L by 3EI. ഇത് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് ആവും. 2ഉം 2ഉം ക്യാൻസൽ ആവുമ്പോൾ ഇറ്റ് വിൽ ബി L by 3EI മൈനസ് ആർ ബി ഡാഷ്. എല്ലും ക്യാൻസൽ ആവും. ഇറ്റ് വിൽ ബി മൈനസ് L by 3EI. And what is RA dash? Total equation എന്താ? RA dash plus RB dash is minus 1 by 2 into L by EI അല്ലേ? അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. RB dash സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദാറ്റ് ഈസ് മൈനസ് L by 2EI. ഇതിനെ മൈനസ് കൊടുക്കുമ്പോൾ പ്ലസ് ആവും അല്ലേ? മൈനസ് സബ്ട്രാക്ട് ചെയ്യുമല്ലേ ചെയ്യണ്ടേ? സോ ഇറ്റ് വിൽ ബി പ്ലസ് L by 3EI വരും. അത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് മൈനസ് L by 6EI എന്ന് കിട്ടും. സോ RA dash and RB dash will be മൈനസ്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് തീറ്റ എയും തീറ്റ ബിയും. തീറ്റ എ ഇസ് ദ ഷിയർ ഫോഴ്സ് അറ്റ് എ ഡാഷ് ആൻഡ് തീറ്റ ബി ഇസ് ദ ഷിയർ ഫോഴ്സ് അറ്റ് ബി ഡാഷ്. ഇനി ഇതിവിടെ നിങ്ങൾ നോക്കുക എങ്ങനെയാണ് വരുന്നത്. RA dash is minus L by 6EI. മൈനസ് L by 6EI. അപ്പോൾ എങ്ങനെ വരും? RA dash minus L by 6EI. That means this will be downwards അല്ലേ? നമ്മൾ അസ്യൂം ചെയ്ത RA dash എങ്ങനെ അസ്യൂം ചെയ്തേക്കുന്നത്? അപ്വേർഡായിട്ട് അസ്യൂം ചെയ്തേക്കുന്നത്. That means L by 6EI acting vertically downwards. അപ്പോൾ അതിൻ്റെ സൈൻ എന്ത് വരും?